ഉപകരണങ്ങളോടെ അൾത്താരയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കാണാൻ. നമ്മുടെ യോഗ്യതകളൊന്നും ഈ നിമിഷം കർത്താവ് നോക്കുന്നില്ല. നമ്മുടെ അയോഗ്യതകൾക്കും മീതെ നമ്മെ യോഗ്യരാക്കുന്ന ദൈവത്തിന്റെ സ്നേഹം അൾത്താരയിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന നിമിഷമാണ്. ഒരു യോഗ്യതയില്ലാതിരുന്നിട്ടും സർവ്വനന്മകൾക്കും യോഗ്യനാക്കിയ ദൈവത്തിന്റെ അനന്തമായ സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹമാണ് അൾത്താരയിൽ നിന്നും ഈ നിമിഷം നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുന്നത്. ആ സ്നേഹത്തിൽ എന്നെ പങ്കുകാരനാക്കണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ആ സ്നേഹത്തിൽ ദൈവമേ എന്നെ പങ്കുകാരിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ആ സ്നേഹത്തിൽ എൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവരെയും പങ്കുചേർക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണു തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. സങ്കീർത്തനം 37:23 മുതലുള്ള വചനങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യമുണ്ട്. മനുഷ്യന്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ നമ്മുടെ കാലടികളെ നിയന്ത്രിച്ചത് ഈ കർത്താവാണ്. ഇന്ന് ഈ സായാഹ്നത്തിൽ ഈ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിലിരുന്ന് നീ ആരാധിക്കുന്നുണ്ടോ? തമ്പുരാൻ നിന്നെ അനുവദിച്ചതുകൊണ്ട്, തമ്പുരാൻ നിന്നെ ക്ഷണിച്ചതുകൊണ്ടാ, തമ്പുരാൻ നിന്നെ വിളിച്ചതുകൊണ്ടും വേർതിരിച്ചതുകൊണ്ടും. മനുഷ്യന്റെ പാദങ്ങളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തെ മുഴുവനും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് കർത്താവാണെന്ന്. എന്നിട്ട് കൂട്ടിച്ചേർക്കുകയാണ്, തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും. ഇറ്റ്സ് എ പ്രോമിസ്, ഒരു വാഗ്ദാനമാണ്. ദൈവത്തിന് പ്രീതികരമായി സഞ്ചരിക്കുന്ന ഒരു ജീവിതത്തെ തമ്പുരാൻ സുസ്ഥിരമാക്കും. ദൈവത്തിന് ഇഷ്ടപ്പെട്ട മകളായി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ കർത്താവ് സുസ്ഥിരമാക്കും. നമ്മുടെ ഇഷ്ടങ്ങൾക്കപ്പുറം ദൈവേഷ്ടത്തിലേക്ക് സഞ്ചരിക്കാൻ നമുക്ക് പറ്റണം. തെരേസ ഓഫ് ആവില പറയും, എന്റെ ഇഷ്ടങ്ങളിൽ നിന്നും ദൈവേഷ്ടത്തിലേക്കുള്ള വളർച്ചയാണ് യഥാർത്ഥ വിശുദ്ധി എന്ന്. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടങ്ങളിൽ നിന്നും ദൈവേഷ്ടത്തിലേക്കുള്ള ഒരു പരിണാമമാണ്. അതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. അതാണ് നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. അതാണ് നമ്മുടെ ആത്മീയതയിൽ സംഭവിക്കേണ്ടത്. അതല്ലാത്തതൊന്നും യഥാർത്ഥ ആത്മീയതയല്ല. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് എന്താ? എന്റെ ഇഷ്ടങ്ങളിൽ നിന്നും ദൈവേഷ്ടത്തിലേക്ക് വളരണം. എന്റെ ആഗ്രഹങ്ങളിൽ നിന്നും ദൈവത്തിന്റെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്ന ഒരു കരുത്ത് നമ്മൾ എടുക്കണം. അവിടെയാണ് യഥാർത്ഥ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത്. അപ്പോ പ്രശ്നങ്ങൾ വരുമ്പോ, പ്രതിസന്ധികൾ വരുമ്പോ, രോഗം വരുമ്പോ, ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ, സഹനങ്ങൾ വരുമ്പോ പരാതി പറയില്ല, പിറുപിറുക്കില്ല. കാരണം എന്താ? ഇത് ദൈവഹിതമാണെന്ന് അറിഞ്ഞ് അംഗീകരിച്ച് അത് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു ആത്മീയ കരുത്തുള്ളവരായിട്ട് നമ്മൾ മാറും. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങളിൽ നിന്നും ദൈവേഷ്ടത്തിലേക്ക് ഒരു പരിണാമം നമ്മളിൽ സംഭവിക്കട്ടെ. ഈ ശുശ്രൂഷകളിലൂടെ, ഈ ആരാധന നിമിഷങ്ങളിലൂടെ, തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ വ്യാപരിക്കുന്ന ഓരോ നിമിഷങ്ങളിലും നമ്മുടെ ഹൃദയം തമ്പുരാന്റെ ഹൃദയത്തിലേക്ക് സഞ്ചരിക്കട്ടെ. നമ്മുടെ ഹൃദയത്തിന്റെ ഇഷ്ടങ്ങൾ കർത്താവിന്റെ ഹൃദയത്തിന്റെ ഇഷ്ടവുമായി അങ്ങോട്ട് താതാത്മ്യപ്പെടട്ടെ. എന്നിട്ട് പറ, ദൈവമേ എന്റെ ഇഷ്ടമല്ല, നിന്റെ തിരുവിഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ അങ്ങോട്ട് നടക്കട്ടെ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുമേലായിരിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുന്ന നിമിഷമാണ്. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കട്ടെ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും
നാഥനാ